നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലയിൽ സിബിഐ അന്വേഷണം വേണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ കോൺഗ്രസ്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. കാസർഗോഡ് ഇരട്ടക്കൊലക്കേസിലെ മുഴുവൻ പ്രതികളും പിടിയില്ല എന്ന പോലീസ് അവകാശത്തിനിടെയാണ് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ അന്വേഷണത്തെ കൊല്ലപ്പെട്ടവരുടെ കുടുംബവും കോൺഗ്രസും തള്ളുകയാണ്. CPM ജില്ലാതലത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന ഗുരുതര ആരോപണവും ഇവർ ഉയർത്തുന്നു. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണം വേണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന കോൺഗ്രസ് നിലപാട്. ഉത്തരവുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. കണ്ടവരും കേട്ടവരും നൂറുകണക്കിന് പരിസരത്തുള്ളപ്പോൾ ഒരാളെ പോലും വിളിക്കാനും ചോദ്യം ചെയ്യാനും മനസ്സു കാണിക്കാത്ത പോലീസിൽ നിന്ന് ഒരു നിഷ്പക്ഷമായ അന്വേഷണവും അതിന്റെ റിസൾട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സുഹൈബ് കേസിൽ ആവശ്യപ്പെട്ടതുപോലെ ഈ കേസ് CBIക്ക് നൽകണം എന്ന് ഞങ്ങൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ CBI അന്വേഷണത്തിലേക്ക് പോയാൽ CPM കൂടുതൽ പ്രതിസന്ധിയിലാവും. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ബന്ധുക്കളും CBI അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് നീക്കം. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് നിലവിലെ പ്രതിസന്ധി മറികടന്ന് തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ CPMനാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാസർഗോഡ് നിന്ന് ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18. കാസർഗോഡ് ഇരട്ടക്കൊലപാതകം ഇടതുമുന്നണിക്ക് ദോഷം ചെയ്യുമെന്ന് കേരള കോൺഗ്രസ് B ചെയർമാൻ R. ബാലകൃഷ്ണപിള്ള. മലയാളികൾ കൊലപാതക രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നവരല്ല. അതുകൊണ്ടാണ് CPM പെട്ടെന്ന് ക്രിയാത്മകമായി ഇടപെട്ടതെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ന്യൂസ് 18ന്റെ വരികൾക്കിടയിൽ എന്ന അഭിമുഖ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണി അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം എന്നത് ഇടതുമുന്നണിക്ക് ദോഷകരമാകുന്ന വിധത്തിലേക്ക്, പ്രത്യേകിച്ച് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം, ആ മേഖലകൾ, വടകര, ഈ മേഖലകളെയൊക്കെ ദോഷകരമായി ബാധിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയല്ലേ? അല്ല, കുറച്ച് കാര്യമായി കുറച്ച് നിൽക്കുമെന്ന് വിചാരിക്കണം. കുറച്ച് ദോഷം ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. കാരണം കൊലപാതകമൊന്നും ഇഷ്ടപ്പെടുന്നവരല്ല നമ്മുടെ ജനങ്ങൾ. വടക്കേ ഇന്ത്യയിലൊക്കെയാണ് അത് കുറേയൊക്കെ ഇത് നടക്കും. മനസ്സിലായി. അവിടെ ചോദിക്കാനും പറയാനും ആളില്ല. പക്ഷേ കേരളം പോലത്തെ സ്ഥലത്ത് കൊലപാതകം പോലെ, അതുകൊണ്ടാണല്ലോ വളരെ പെട്ടെന്ന് തന്നെ മാർക്സിസ്റ്റ് പാർട്ടി റിയാക്ട് ചെയ്തല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി പെട്ടെന്ന് റിയാക്ട് ചെയ്തു. കാരണം കേരളത്തിലെ ജനങ്ങളുടെ പൾസറിയാവുന്നു അവർ റിയാക്ട് ചെയ്തു, തള്ളി പറഞ്ഞു. ബാലകൃഷ്ണപിള്ളയുടെ അഭിമുഖം വരികൾക്കിടയിൽ ഇന്ന് രാവിലെയും രാത്രിയും 9 മണിക്ക് സംപ്രേഷണം ചെയ്യും. ബന്ദിപ്പൂർ വനമേഖലയിൽ വൻ തീപിടുത്തം. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ മുതുമല ടൈഗർ വനമേഖലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഏക്കർ കണക്കിന് വനമേഖല അഗ്നിക്കിരയായി. 100ഓളം അഗ്നിശമന സേന ഉദ്യോഗസ്ഥരാണ് തീയണയ്ക്കാൻ തീവ്രമായ ശ്രമം പുരോഗമിക്കുകയാണ്. തീപിടുത്തത്തെ തുടർന്ന് മൈസൂർ ഊട്ടി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ വടക്കനാട് മേഖലയിലെ 25 ഹെക്ടറോളം വനം കത്തിനശിച്ചു. കൊച്ചി നഗരത്തിൽ മംഗളവനത്തിന് സമീപം തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. മംഗളവനത്തിന് പിറകിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന മൈതാനത്താണ് വൈകിട്ട് 3 മണിയോടെ തീ പടർന്നത്. ചപ്പുചവറുകളിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് നിഗമനം. നഗരത്തിലെയും സമീപത്തെയും അഗ്നിശമന സേന യൂണിറ്റുകൾ ബ്രഹ്മപുരത്ത് ഉണ്ടായ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നതിനാൽ ഇവിടേക്ക് എത്താനും വൈകി. 5 മണിയോടെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നെത്തിയ 5ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്നാണ് ഒടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംരക്ഷിത പക്ഷി സങ്കേതമായ മംഗളവനത്തിന് സമീപവും ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്കും തീ എത്താതെ നിയന്ത്രിച്ചത് അഗ്നിശമന സേനയുടെ സംയോജിത ഇടപെടൽ മൂലമായിരുന്നു. മലപ്പുറം എടവണ്ണയിൽ പെയിന്റ് ഗോഡൌണിന് തീപിടിച്ച് വൻ നാശം. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായി. ആളപായമുണ്ടായില്ലെങ്കിലും ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. ഗോഡൌണിലേക്ക് കൊണ്ടുവന്ന ടിന്നറും ടർപ്പന്റൈനും ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെയാണ് അപകടമെന്നാണ് പ്രാഥമിക വിവരം. ലോറി സ്ഫോടനത്തോടെ കത്തിയമർന്നു. തീ പടരും മുമ്പേ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടത് വൻ ദുരന്തം ഒഴിവാക്കി. ഗോഡൌണിന് മുന്നിൽ നിർത്തിയിട്ട മിനി ലോറിയും അടുത്ത വീട്ടിലുണ്ടായിരുന്ന കാറും കത്തിനശിച്ചു. ഇതിനിടെ സമീപവാസികളെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. 2:30 മണിക്ക് ശേഷമാണ് പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നത്. പോലീസ് അടിയന്തരമായിട്ട് സ്ഥലത്തെത്തുകയും ട്രോമ കെയർ യൂണിറ്റ് പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ
ഒക്കെ ഇവിടുത്തെ ഇവാക്വേഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് വേറെ കാഷ്വാലിറ്റീസ് ഉണ്ടാവാറുന്നത്. ഇത് ടർപ്പൻ മിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. പെയിന്റുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അന്നേരം അതിന്റെ മിക്സിംഗ് സമയത്തുണ്ടായ എന്തെങ്കിലും ഒരു ഇതായിരിക്കാവുന്നതാണ് നമ്മുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. പക്ഷേ കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. 13 ഫയർഫോഴ്സ് യൂണിറ്റുകളും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നെത്തിച്ച പ്രത്യേക ഫയർഫോഴ്സ് വാഹനവും ചേർന്നാണ് തീയണച്ചത്. 8 മണിക്കൂറിലേറെ സമയമെടുത്താണ് ഗോഡൌണിലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനയ്ക്കായത്. ഒരു വലിയ ദുരന്തം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. തുവക്കാട്ട് നിന്നും ക്യാമറമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഇല്ലാതിരുന്നതാണ് എടവണ്ണയിൽ പെയിന്റ് ഗോഡൌണിലെ തീപിടുത്തം രൂക്ഷമാകാൻ കാരണം. ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് അഗ്നിശമന സേന. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ടർപ്പന്റൈൻ, പെയിന്റ്, തിന്നർ തുടങ്ങിയവ വലിയ അളവിൽ ശേഖരിച്ച് ചെറിയ ബോട്ടിലുകളിൽ നിറച്ച് വിതരണം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഗോഡൌണിൽ നടന്നിരുന്നത്. വലുതും ചെറുതുമായ 4 ടാങ്കറുകളിലും ഒരു ലോറിയിലുമായി 80,000 ലിറ്ററോളം ടർപ്പന്റൈൻ ഗോഡൌണിൽ ഉണ്ടായിരുന്നുവെന്നാണ് അഗ്നിശമന സേനയുടെ പ്രാഥമിക വിലയിരുത്തൽ. ടർപ്പന്റൈനും പെയിന്റും കൂട്ടിക്കലർത്തുന്നതിനിടെ തീ പടർന്നിരിക്കാം എന്നാണ് നിഗമനം. സുരക്ഷാ സംവിധാനങ്ങൾ ഗോഡൌണിൽ ഇല്ലാതിരുന്നതാണ് അപകടത്തിനുള്ള കാരണമെന്ന് അധികൃതർ പറയുന്നു. അല്ല, അതിന് കൂടുതലായിട്ട് നമ്മുടെ ഒരു പരിശോധനയിൽ കൂടെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അറ്റ് പ്രസന്റ് ഇപ്പം നമ്മുടെ ഒരു നോക്കുന്നുണ്ടെ മറ്റ് ഫയർ സംവിധാനങ്ങളൊന്നും സ്ഥാപിച്ചില്ല, ഫയർ ഫൈറ്റിങ്ങിനുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ തന്നെ വാഹനങ്ങളിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ ഫോമും എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ കൺട്രോളായി നിർത്തിയിരിക്കുന്നത്. അനുവദനീയമായ അളവിലും കൂടുതൽ വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഇക്കാര്യം പോലീസ് വിശദമായി അന്വേഷിക്കും. പ്രാഥമികമായി അത് നമ്മളെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തതിനു ശേഷം എല്ലാ തരത്തിലുള്ള അന്വേഷണം എല്ലാ വിഭാഗങ്ങളുമായിട്ടും എക്സ്പെർട്ടുകളുമായിട്ടും ഒക്കെ ഒപ്പീനിയൻ ശേഖരിച്ചതിന് ശേഷം ഫൈനലായിട്ടുള്ള നിഗമനത്തിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. 2 വർഷം മുമ്പാണ് എടവണ്ണ സ്വദേശി ഇല്യാസ് ഗോഡൌൺ തുടങ്ങിയത്. അപകടത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇല്യാസ് തയ്യാറായിട്ടില്ല. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഇന്നും തുടരും. വൈകിട്ടോടെ പുക നിയന്ത്രണ വിധേയമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമീപവാസികളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പടർന്ന തീ പൂർണ്ണമായും അണച്ചെങ്കിലും പുക ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇതിനായുള്ള ശ്രമം ഇന്നും തുടരും. വൈകിട്ടോടെ നിയന്ത്രണ വിധേയമാക്കുമെന്നാണ് വിലയിരുത്തൽ. പുക ശ്വസിച്ച മരട്, വൈറ്റില, പനമ്പള്ളി നഗർ, അമ്പലമുകൾ പ്രദേശങ്ങളിലുള്ളവർക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. സമീപവാസികൾ എയർ കണ്ടീഷനുകൾ ഉപയോഗിക്കരുതെന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടിക്കിടക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഇത് 4ാം തവണയാണ് തീപിടുത്തമുണ്ടാകുന്നത്. പ്ലാന്റിൽ കൃത്യമായ മാലിന്യ സംസ്കരണം നടക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി ജില്ലാ ഭരണകൂടത്തോട് റിപ്പോർട്ട് തേടി. ന്യൂസ് 18 കൊച്ചി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ശബരിമല വിഷയത്തിൽ NSS നിലപാട് കടുപ്പിച്ചാൽ ഗുണം ഇടതുമുന്നണിക്കാകുമെന്ന് R ബാലകൃഷ്ണപിള്ള. NSSന്റെ എതിർപ്പ് ഇതര ഹൈന്ദവ സംഘടനകളുടെ ഏകീകരണത്തിന് വഴിവെക്കും. ക്രൈസ്തവ മേഖലയിൽ പോലും ഇത് ഇടതുമുന്നണിക്ക് അനുകൂലമായി ചലനമുണ്ടാക്കും. മുൻപും NSSന്റെ രാഷ്ട്രീയത്തോട് വിയോജിച്ചിട്ടുണ്ട്. പെരുന്നയിലെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും R ബാലകൃഷ്ണപിള്ള ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തവണ NSSന്റെ ആ ഒരു കടുത്ത വിയോജിപ്പ് താങ്കൾ അടക്കമുള്ള ഈ മണ്ഡലങ്ങൾ, താങ്കളുടെ പ്രവർത്തകർ, താങ്കളെ സ്നേഹിക്കുന്നവരടക്കമുള്ളവരെ ബാധിച്ചാൽ ഇടതുമുന്നണിക്ക് ദോഷം ചെയ്യും? ബാധിച്ചാൽ ദോഷം ചെയ്യും. ബാധിക്കുമോ? അത്ര ഒരു ശക്തമായ ഒരു നിലപാട് NSSന്റെ ജനറൽ സെക്രട്ടറി എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തെരഞ്ഞെടുപ്പിൽ NSSന്റെ ജനറൽ സെക്രട്ടറി എടുക്കുന്ന തീരുമാനം അനുസരിക്കുന്നവരും കേൾക്കുന്നവരും ധാരാളം കാണും. അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ അത് കൂടുതലും കോൺഗ്രസ്സുകാരും BJPക്കാരുമാണോ? ആയിരിക്കും. 1. 2, അതിനൊരു മറുവശമുണ്ട്. മറ്റ് വിഭാഗങ്ങൾ പോളറൈസേഷൻ വർദ്ധിക്കും. ഹിന്ദുവിലടക്കം, ഹിന്ദു കമ്മ്യൂണിറ്റിയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഒക്കെ. അങ്ങനെ പരസ്യമായി വളരെ പച്ചയ്ക്ക് ശക്തമായൊരു നിലപാട് NSS ജനറൽ സെക്രട്ടറി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ ഇപ്പുറത്തുണ്ടാകും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് കടുപ്പിച്ച് PJ ജോസഫ്. രണ്ടാം സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ പാർട്ടിക്കുള്ള ഏക സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടുനൽകണമെന്നാണ് ആവശ്യം. മാണി ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഘടകകക്ഷി പദവി നൽകണമെന്നാണ് PJ ജോസഫ് UDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 സീറ്റെന്ന ആവശ്യത്തിൽ നിന്നും ജോസഫ് അയയില്ല. ഉഭയകക്ഷി ചർച്ചകൾക്കൊടുവിൽ ഒരു സീറ്റിൽ ധാരണയുണ്ടാക്കിയാൽ ഇതിന്റെ നഷ്ടം മാണി ഗ്രൂപ്പിനായിരിക്കുമെന്നാണ് PJ ജോസഫിന്റെ മുന്നറിയിപ്പ്. പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകണം. ഇതിന് KM മാണി തയ്യാറായില്ലെങ്കിൽ കേരള കോൺഗ്രസ് പിളരും. അങ്ങനെയെങ്കിൽ UDFൽ ഘടകകക്ഷി പദവി നൽകണം. തന്റെ നിബന്ധനകൾ PJ ജോസഫ് UDF നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. 26-നായിരിക്കും UDFന്റെ ഉഭയകക്ഷി ചർച്ച. അന്ന് തന്നെ കേരള കോൺഗ്രസ് നേതൃയോഗവും ചേരും. ലോക്സഭാ സീറ്റ് സംബന്ധിച്ച് കേരള കോൺഗ്രസ് സ്വീകരിക്കുന്ന അന്തിമ നിലപാട് പാർട്ടി യോഗത്തിൽ കൈക്കൊള്ളുമെന്നാണ് മാണി ഗ്രൂപ്പിന്റെ നിലപാട്. ലീഗ് നേതൃത്വവും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ നേരിട്ടും മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടും PJ ജോസഫ് നിലപാടിൽ അയവ് വരുത്താൻ തയ്യാറായിട്ടില്ല. സീറ്റ് ആവശ്യം അംഗീകരിക്കാതെ മാണിക്കൊപ്പം തുടരാനാവില്ലെന്ന നിലപാടിൽ PJ ജോസഫ് ഉറച്ചു നിൽക്കുന്നു. മുന്നണിയിൽ തുടർന്നുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് PJ ജോസഫ് ലക്ഷ്യമിടുന്നു എന്നതിനാൽ ഇക്കാര്യത്തിൽ UDF നേതൃത്വവും പ്രതിസന്ധിയിലാണ്. 2 സീറ്റെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ പാർട്ടിയിലെ പിളർപ്പ് ഒഴിവാക്കാൻ KM മാണി സീറ്റ് വിട്ടു നൽകുമോ? നിർണായക രാഷ്ട്രീയ നീക്കങ്ങളാണ് കേരള കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നത്. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. BJP ഇതര സംസ്ഥാനങ്ങളുടെ കടുത്ത എതിർപ്പിനിടെ ലോട്ടറി GST നിരക്ക് ഏകീകരണത്തിനായി GST കൌൺസിൽ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ. തെരഞ്ഞെടുപ്പിന് മുൻപ് ലോട്ടറി മാഫിയയെ സഹായിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് എതിർക്കുന്ന സംസ്ഥാനങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെടും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ GST ഇളവുകളിലും ഇന്ന് തീരുമാനമുണ്ടാകും. സർക്കാർ ലോട്ടറിയുടെയും സംസ്ഥാന ലോട്ടറിയുടെയും GST നിരക്ക് ഏകീകരിക്കാനുള്ള അന്തിമ പരിശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. 18-28% ലോട്ടറി GST ഏകീകരിക്കാനാണ് മന്ത്രിതല സമിതിയുടെ ശുപാർശ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നീക്കവുമായി കേന്ദ്രം മുന്നോട്ട് പോകുമ്പോഴും എതിർത്ത് പരാജയപ്പെടുത്താനാണ് BJP ഇതര സംസ്ഥാനങ്ങളുടെ കൂട്ടായ തീരുമാനം. ലോട്ടറി മാഫിയെ സഹായിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് BJP ഇതര സംസ്ഥാനങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെടും. സംസ്ഥാന ലോട്ടറി GST 12% തന്നെ നിലനിർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഡിയോ കോൺഫറൻസിൽ ചർച്ച ചെയ്ത് തീർത്താൽ പോരാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ പിന്നെയും ഇത് അജണ്ടയിൽ വരുന്നെന്ന് നമുക്ക് ഊഹിക്കേണ്ടത് BJPയുടെ ചില സെക്ഷനിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ചെയ്യാനുണ്ട്. അത് സാമ്പത്തിക ന്യായങ്ങൾക്കപ്പുറം അഴിമതിയുടെ മണം മണക്കുന്നത്. മധ്യവർഗത്തെ ലക്ഷ്യമാക്കി റിയൽ എസ്റ്റേറ്റ്, ഭവന നിർമ്മാണ മേഖലകളിൽ ഇളവ് പ്രഖ്യാപിച്ചേക്കും. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളുടെ GST നിരക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതെ 12 നിന്ന് 5% ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിനുള്ള GST നിരക്ക് 8% നിന്ന് 3% കുറയ്ക്കാനും സാധ്യതയുണ്ട്. നികുതി ഇളവിന് മന്ത്രിതല സമിതി നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. ന്യൂസ് 18, ഡൽഹി. വെനസ്വേലൻ അതിർത്തിയിൽ സംഘർഷം. പട്ടാളത്തിന്റെ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സഹായ വിതരണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അമേരിക്കയുടെ ജീവകാരുണ്യ സഹായ വിതരണം പരാജയപ്പെടുത്തുമെന്ന് നേരത്തെ വെനസ്വേലൻ പ്രസിഡന്റ് അറിയിച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം അവഗണിച്ചുകൊണ്ട് സഹായം വിതരണം ചെയ്യുവാനുള്ള അമേരിക്കയുടെ നീക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സഹായ വസ്തുക്കൾ വെനസ്വേലയിൽ പ്രവേശിക്കുന്നത് തടയുവാനുള്ള പട്ടാളത്തിന്റെ നീക്കം ആദിവാസികൾ എതിർത്തതാണ് വെടിവയ്പിൽ കലാശിച്ചത്. 2 ആദിവാസികളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 22 പേർക്ക് പരിക്കേറ്റു. മഡുറോയുടെ ദുർഭരണം മൂലം പട്ടിണി നേരിടുന്ന ജനതയെ സഹായിക്കാനാണ് സഹായമെന്നാണ് അമേരിക്കയുടെ വാദം. എന്നാൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധമാണ് രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മഡുറോ പറയുന്നു. മഡുറോയുടെ ഉത്തരവ് പ്രകാരം അതിർത്തിയുടെ നിയന്ത്രണം പൂർണ്ണമായും പട്ടാളം ഏറ്റെടുത്തിരിക്കുകയാണ്. വെടിവയ്പ് വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘർഷത്തിനാവും ഇടയാക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ജമ്മു കശ്മീരിലെ നൌഷേരയിൽ പാകിസ്ഥാന്റെ പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തുകയായിരുന്നു. അതിർത്തി ലംഘിച്ചായിരുന്നു ആക്രമണം. ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു ആക്രമണം. ഇതേ തുടർന്ന് ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർത്തുകയായിരുന്നുവെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. പൂഞ്ച് മേഖലയിലെ നിയന്ത്രണ രേഖയിലും നേരത്തെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ പാക് കോൺസുലേറ്റിന് മുന്നിൽ ഇന്ത്യക്കാർ പ്രതിഷേധിച്ചു. ഹൂസ്റ്റണിലെ കോൺസുലേറ്റിന് മുന്നിൽ 200ഓളം ഇന്ത്യക്കാരാണ് പ്രതിഷേധിച്ചത്. ഇന്ത്യൻ പതാകയും പാക് വിരുദ്ധ പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രതിഷേധിച്ചത്.
പുൽവാമയിൽ കൊല്ലപ്പെട്ട ധീര ജവാന്മാർക്ക് നാടിന്റെ ആദരമായി ന്യൂസ് 18 കേരളത്തിന്റെ സ്മരണാഞ്ജലി. തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ ആയിരുന്നു അനുസ്മരണ ചടങ്ങ്. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ വിട പറഞ്ഞവർക്ക് ആദരമർപ്പിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം നടത്തിയ CRPF ജവാന്മാർക്ക് പിറന്ന മണ്ണിന്റെ ആദരമായി ന്യൂസ് 18 സ്മരണാഞ്ജലി. ധീരജവാന്മാരുടെ ജ്വലിക്കുന്ന ഓർമ്മ നിറഞ്ഞ അന്തരീക്ഷത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. രാജ്യസഭാ MP ബിനോയ് വിശ്വം, മുൻ സ്പീക്കർ M വിജയകുമാർ, മുൻ MLA ശരത്ചന്ദ്ര പ്രസാദ്, പാളയം ഇമാം VP സുഹൈബ് മൗലവി, മേജർ രവി, രാഹുൽ ഈശ്വർ, മല്ലിക സുകുമാരൻ, സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നമ്മളെല്ലാവരും ചേർന്ന് ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും ഹൃദയവികാരങ്ങളാണ്. ആ വികാരം ഒന്ന് തന്നെയാണ്. ഈ നാടിന് വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കൂടെയാണ് നാം എന്നും നിലകൊള്ളുക. ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലുണ്ടായ വേദനയും പ്രയാസവുമെല്ലാം നാളെയും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു വികാരമായി മാറുന്ന ഒരവസരമാണിത്. നിസ്സഹായരായിട്ടിരുന്ന സ്വന്തം ഭാര്യയോടും കുട്ടികളോടും റേഞ്ച് വന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മരിച്ചുപോയിട്ടുള്ള പല പട്ടാളക്കാരുടെയും ഭാര്യമാർക്കും അമ്മമാർക്കും കുട്ടികൾക്കും തൻ്റെ സ്വന്തപ്പെട്ടവർ പൊട്ടിച്ചെറിപ്പോകുന്ന ശബ്ദം ഫോണിൽ കൂടെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് കാവലായി 24 മണിക്കൂറും അവർ കണ്ണു തുറന്നിരിക്കുകയാണ്. അവരുടെ ജീവിതം തന്നെ മഹത്തരമാണ്. ജീവാർപ്പണമോ അതിനേക്കാൾ മഹത്തരമായി മറ്റൊന്നില്ല. ജനപ്രിയ നായകരുമല്ല, സിനിമയുമല്ല, ഭരണാധികാരികളുമല്ല, ഒന്നുമല്ല. നമ്മുടെയൊക്കെ ജീവനോടെ ഈ മണ്ണിൽ നിർത്തുന്ന ഈ ധീര ജവാന്മാരാണ് നമ്മുടെ മുന്നിൽ എന്നും ഹീറോയായിട്ട് തിളങ്ങേണ്ടത്. CRPF DIG മാത്യു A. ജോൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വീരമൃത്യു വരിച്ച ധീരജവാന്മാരെയും സുരക്ഷാ സൈനികരെയും ഹൃദയം തൊട്ട് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. സൈനികരുടെ ഓർമ്മ ദീപനാളമായി ചടങ്ങിൽ തെളിഞ്ഞു. ദേശഭക്തി ഗാനങ്ങൾ നിറഞ്ഞ ചടങ്ങിൽ കേരള പോലീസിന്റെ ബാൻഡ് സംഘവും അകമ്പടിയായി. ന്യൂസ് 18 തിരുവനന്തപുരം. ജയതി ജയതി ജയതി. അസമിൽ വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 102ആയി. സൽമാറ തേയിലത്തോട്ടം തൊഴിലാളികളാണ് ദുരന്തത്തിന് ഇരയായത്. സംഭവത്തിൽ 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് അസമിൽ വിഷമദ്യ ദുരന്തമുണ്ടായത്. മദ്യം കഴിച്ച സൽമാറ തേയിലത്തോട്ടം തൊഴിലാളികൾ അവശനിലയിലാവുകയും ഇവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് നിരവധി പേർ മരണപ്പെട്ടു. ഇന്നലെ വൈകിട്ടോടെ മരണസംഖ്യ 100 കവിഞ്ഞു. 300 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ്. बहुत सारा लोग ट्रीटमेंट करवा के अपने से भी गया है हॉस्पिटल, तो उनका काउंटिंग भी अभी बाकी है. प्लस लोगों में अवेयरनेस आना भी थोड़ा बाकी है, तो अवेयरनेस आने के बाद ही ये स्टॉप हो जाएगा. സംഭവത്തിൽ മദ്യനിർമ്മാണ കമ്പനി ഉടമയടക്കം 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൃത്യവിലോപത്തിന് 2 എക്സൈസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. വിശദമായ അന്വേഷണത്തിനും അസം സർക്കാർ ഉത്തരവിട്ടു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും ആശുപത്രിയിൽ കഴിയുന്നവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. 2 ആഴ്ച മുമ്പാണ് ഉത്തർപ്രദേശിൽ വിഷമദ്യം കഴിച്ച് 100 പേർ മരിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്താദ്യമായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പാർപ്പിടം നിർമ്മിച്ച് സംസ്ഥാന സർക്കാർ. അപ്നാ ഘർ എന്ന സംരംഭം പാലക്കാട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ വകുപ്പിന് കീഴിൽ 620 പേർക്ക് താമസിക്കാൻ സൌകര്യമുള്ള പാർപ്പിട സമുച്ചയമാണ് കൈമാറിയത്. ഏറെ അഭിമാനത്തോടെയാണ് കേരളം അപ്നാഘറിന്റെ താക്കോൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കൈമാറിയത്. കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി സുരക്ഷിത പാർപ്പിടം നൽകുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് പേരെത്തി. ആതിഥ്യമര്യാദയുടെ വേറിട്ട മാതൃകയാണ് അപ്നാഘറെന്നും സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തും പാർപ്പിട സമുച്ചയങ്ങൾ ഉടൻ ഒരുക്കുമെന്നും
പദ്ധതി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജില്ലാതല ഫെസിലിറ്റേഷൻ സെന്റർ ജില്ലാതലത്തിൽ വിവിധ പ്രശ്നങ്ങളിലുള്ള സംശയ ദൂരീകരണത്തിന് അതിഥി തൊഴിലാളികൾക്ക് സമീപിക്കാവുന്ന സഹായക കേന്ദ്രങ്ങളാണ് ഈ ഫെസിലിറ്റേഷൻ സെന്റർ. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള ഭവനം ഫൗണ്ടേഷൻ 3 ബ്ലോക്കുകളിൽ 4 നിലകളിലായി നിർമ്മിച്ച അപ്പനാഗറിൽ 620 പേർക്ക് താമസിക്കാൻ കഴിയും. 32 അടുക്കളകളും 96 ശുചിമുറികളും 8 ഭക്ഷണ ഹാളുകളും ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങൾ അപ്പനാഗറിലുണ്ട്. രാജ്യത്ത് തന്നെ ഇത്തരമൊരു പദ്ധതി ആദ്യമായാണ്. ന്യൂസ് 18 പാലക്കാട്.